ഹലോ. പുതിയ വീട് പണി നടക്കുകയോ അല്ലെങ്കിൽ പുതിയ വീട് പണിയാനായി പ്ലാൻ ചെയ്യുകയോ ചെയ്യുന്ന ആളാണോ നിങ്ങൾ? എങ്കിൽ ഉറപ്പായും ഈ വീഡിയോ മുഴുവൻ കാണണേ. വെറൈറ്റി ബെഡ്റൂമുകളുടെയും വെറൈറ്റി വർക്ക് സ്പേസുകളുടെയും വെറൈറ്റി കളക്ഷനുമായിട്ട് വന്നിരിക്കുന്ന ഒരു വീഡിയോ ആണിത്. പോകാം നമുക്ക് വീഡിയോയിലോട്ട്. ഇന്ന് ഈ കാണിക്കുന്നത് നമ്മുടെ ഐക്യയിലുള്ള പുതിയ വെറൈറ്റി ബെഡ്റൂമുകളുടെ കളക്ഷനാണ് കേട്ടോ. നമ്മൾ ആദ്യം കടന്നു ചെന്നത് ഐക്യയ്ക്കകത്തുള്ള ബെഡ്റൂമുകളുടെ കളക്ഷൻസിലോട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ബെഡ്റൂമുകളുടെ കളക്ഷൻസ് ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. എത്ര ചെറിയ മുറികളാണെങ്കിൽ പോലും എല്ലാം എടുത്തു വെക്കാനും ഒതുക്കിപ്പറക്കി വെക്കാനുമുള്ള സ്പേസ് ഉണ്ടെങ്കിൽ എല്ലാം നീറ്റായി ഒതുങ്ങി ഇരിക്കുന്ന ഒരു ഫീല്, നമുക്കൊരു മനസ്സിനൊരു സമാധാനവും നല്ലൊരു കുളിർമയും നൽകുന്ന കാഴ്ചയല്ലേ അത്. അങ്ങനെ കുറേ കാഴ്ചകളാണ് കേട്ടോ നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. ഇവിടെയുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ ബെഡ്റൂമുകളും ഞങ്ങൾ കയറി കണ്ടു. എല്ലാത്തിലും തന്നെ ഡ്രസ്സ് വെക്കാനും ചില മുറികളിലാണെങ്കിൽ വർക്ക് സ്പേസും കൂടി ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടാണ് അവരത് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. എല്ലാ മുറികളിലെ എല്ലാ കബോർഡും ഞാൻ കയറി ഓപ്പൺ ചെയ്ത് നോക്കി കേട്ടോ. നല്ല എന്താ പറയുന്നത്, എല്ലായിടത്തും ഓർഗനൈസ് ചെയ്ത് വെക്കാനുള്ള സ്പേസൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു. അതപ്പോൾ ഇങ്ങനെ ഒരു ഇതാണ് ഞങ്ങൾ കയറി കണ്ട ഫസ്റ്റ് ബെഡ്റൂം. ഇതിപ്പോൾ ജസ്റ്റ് അവരൊരു ഡെമോയ്ക്ക് ഇട്ടേക്കുന്നതാണ് ഈ കാണുന്നതൊക്കെ. ഇത് നമ്മളൊരു കിഡ്സ് റൂമിലോട്ടാണ് കേട്ടോ കയറി ചെല്ലുന്നത്. വളരെ കളർഫുള്ളായിട്ട് തന്നെ അവരത് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുട്ടികളുടെ ഫോട്ടോ വെക്കാനും ബുക്സ് വെക്കാനും അവർക്ക് ഉള്ള സ്റ്റഡി ടേബിൾസ് എല്ലാം തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സംഭവം കണ്ടോ, ഈ വൈറ്റ് ബോർഡ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര ചെറിയ സാധനമാണെങ്കിൽ പോലും അത് അവിടെ ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് പറ്റുന്നുണ്ട്. കണ്ടോ, അവർ മറ്റേ മുടിയിലിടുന്ന ക്ലിപ്പുകളും പെൻസും എല്ലാം ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ. അത് ഞാൻ നമ്മുടെ നാട്ടിൽ ഒരിടത്തും തന്നെ കണ്ടിട്ടില്ല. നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. ഇവിടുന്ന് അടുത്തൊരു ബെഡ്റൂമിലോട്ടാണ് കേട്ടോ നമ്മൾ പോയത്. നല്ല ഭംഗിയില്ലേ. എത്ര ചെറിയ റൂമാണെങ്കിൽ പോലും അവിടെ ഒരു മിറർ ഏരിയ, ഒരു കബോർഡ്, ഒരു ഓഫീസ് ടേബിൾ അല്ലെങ്കിൽ ഒരു സ്റ്റഡി ടേബിൾ, ഇത്രയും സംഭവങ്ങൾ അവർ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് എല്ലാ ബെഡ്റൂമുകളിലും. അത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത് വേറൊരു ബെഡ്റൂം. ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും വർക്ക് സ്പേസ്, കബോർഡ്, മിറർ ഏരിയ. ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് കേട്ടോ മിറർ ഏരിയ. അപ്പോൾ നമുക്ക് പുതിയ വീട് പണിയാനായിട്ട് പ്ലാൻ ചെയ്യുകയോ അല്ലെങ്കിൽ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയോ ചെയ്യുന്നവർക്ക് ഈ വീഡിയോ ഒരുപാട് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഐഡിയ ഒക്കെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇവിടെ നിന്ന് അല്ലെങ്കിൽ ഇതുപോലൊരു ഐക്യ പോലുള്ളൊരു സ്ഥലം വിസിറ്റ് ചെയ്തതിന് ശേഷം വീടൊക്കെ പണിയാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പുതിയ ഐഡിയകൾ നമുക്ക് അവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഞാൻ എല്ലാ റൂമിലെ കബോർഡൊക്കെ തുറന്ന് നോക്കി കേട്ടോ. എങ്ങനെയാണ് അവരതിൻ്റെ അകത്ത് ഓരോ സാധനങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെക്കാനുള്ള സ്പേസ് കണ്ടെത്തിയിരിക്കുന്നതെന്ന് എല്ലാ കബോർഡും ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയിരുന്നു. ഇത് വേറൊരു കിഡ്സ് റൂമാണ്. ഇവിടുത്തെ ലൈറ്റ് കണ്ടോ, നമ്മൾ എടുത്തിരിക്കുന്ന അപ്പാർട്ട്മെൻറ്റിലാണെങ്കിലും അതേപോലത്തെ ലൈറ്റാണ്. എല്ലായിടത്തും തന്നെ അങ്ങനത്തെ ഒരു ലൈറ്റാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഇത് വേറൊരു ബെഡ്റൂം. അവിടെ എത്തിയപ്പോഴത്തേനും എല്ലാവരും ഒന്ന് ടയേർഡായി. അപ്പം റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്നും പറഞ്ഞ് അവിടെ ഇരിക്കുന്നതാണ് കാണുന്നത്. ഇതും വേറൊരു വൈറ്റ് തീമിൽ വരുന്ന വേറൊരു ബെഡ്റൂമാണ്. ഇവിടെയും കണ്ട നമുക്ക് കാണാനായിട്ട് പറ്റും ഒരു മിറർ ഏരിയ, കബോർഡ്. ഓക്കെ, അടുത്തതും ഒരു ബ്ലാക്ക് തീമിൽ വരുന്ന ഒരു ബാത്റൂമാണ്. വാഷ് ഏരിയ എല്ലാം അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂമും ഇതിനോടൊപ്പം തന്നെ വരുന്ന റൂമും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. അത് ഞാൻ കാണിച്ചു തരാവേ. ഇതാണ് ബാത്റൂമിനോട് ചേർന്ന് വരുന്ന റൂം. നല്ല സ്പേഷ്യസ് അല്ലേ. ഡ്രസ്സിങ് ഏരിയ, വർക്ക് സ്പേസ്, ബാത്റൂം എല്ലാം ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുള്ള വലിയൊരു എന്താ പറയുന്ന ബെഡ്റൂം. അത്രയും നേരം നമ്മൾ കണ്ട അത്യാവശ്യം ചെറിയ റൂമുകളാണ്. ഇത് ചെറിയൊരു ബെഡ് മാത്രം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇവിടെ എത്തിയപ്പോഴത്തേനും പൊന്നൊരു ടോയ് കണ്ടു. അത് അതിൻ്റെ അടുത്ത് പോയി കിട്ടിയാൽ കൊള്ളാം എന്നുള്ള രീതിയിൽ അടുത്ത് പോയി നിൽക്കുന്നതാണ് കേട്ടോ കാണുന്നത്. നമ്മൾ അധികം അതിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് പോയില്ല, മാറി നടക്കുകയായിരുന്നു. അതിനുശേഷം നമ്മൾ എങ്ങനെ ഇറങ്ങി. ഇത്രയും നേരം നമ്മൾ ഓരോ ബെഡ്റൂമായിട്ടല്ലേ കണ്ടത്. ഇനിയിപ്പോൾ അവിടെ നമ്മൾ കണ്ട ഓരോ ബെഡുകളും ഇങ്ങനെ ഇവിടെ എന്താ പറയുന്നത് വലിയൊരു ഹോളിൽ ഇങ്ങനെ ഇട്ടിരിക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇവിടെ മിക്കയിടത്തും തന്നെ യൂസ് ചെയ്തിരിക്കുന്നത് മറ്റേ എന്താ പറയുന്നത്, മറ്റേ സ്റ്റോറേജ് സ്പേസ് ഉള്ള ബെഡില്ലേ, കട്ടിലുകൾ,
അതാണ് ഇവിടെ മിക്കയിടത്തും തന്നെ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മറ്റേ സോഫ കം ബെഡ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ബെഡാക്കി എടുക്കാനും അത് ആവശ്യം കഴിയുമ്പോൾ അത് മടക്കി സോഫയായിട്ട് യൂസ് ചെയ്യാനും പറ്റുന്ന സോഫ കം ബെഡുകളാണ് കിടത്തും കാണും. നമ്മുടെ ഇവിടെ അപ്പാർട്ട്മെൻറ്റിലാണെങ്കിലും അങ്ങനത്തെ ബെഡുകളാണ് കേട്ടോ കൂടുതലും. നമ്മളിവിടെ ഒന്നും എന്താ പറയുന്നത്, ഒരുപാട് സാധനങ്ങൾ അങ്ങനെ വാങ്ങാനൊന്നും ഇല്ലായിരുന്നു. ചെറിയ 1-2 സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി മാത്രം പോയതാണ്. അപ്പോഴാണ് അവിടെ ചെന്നപ്പോൾ ഇതൊക്കെ എന്നാൽ വീഡിയോ എടുത്തേക്കാന്നുള്ള രീതിയിൽ എന്നാൽ വീഡിയോ എടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. ഇതാണ് ആദ്യം പറഞ്ഞ സോഫ കം ബെഡ്. നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തെടുത്ത് ബെഡാക്കി ഇടാനൊക്കെ പറ്റും. ഇത് ചെറിയൊരു ബെഡ്റൂമാണ് കേട്ടോ. ചെറിയൊരു ബെഡ്റൂം, ഒരു വർക്ക് സ്പേസ്. ബെഡ് നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റുന്നില്ല. ആ കമ്പ്യൂട്ടർ കണ്ടോ, കമ്പ്യൂട്ടറും ഓഫീസ് ചെയറൊക്കെ ഇരിക്കുന്നതിൻ്റെ മുകളിലോട്ട് ഡബിൾ അപ്പർ ഡെക്കർ പോലെ അത് അവിടെ ഒരു ബെഡാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഹോസ്റ്റലുകളിലൊക്കെ അല്ലേ അങ്ങനത്തെ ഡബിൾ ഡെക്കർ കണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ ലോവറില്ല, അപ്പർ മാത്രം, അപ്പർ പോർഷൻ മാത്രം. താഴെ ഓഫീസ് സ്പേസ് പോലെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. അങ്ങനെ വലിയ ബെഡ് ഒക്കെ കണ്ടപ്പോൾ പൊന്നുവിനൊന്നും അതിൻ്റെ അകത്ത് കയറി ഷൂ ഒക്കെ ഊരിയിട്ട് ചാടി കളിക്കണമെന്ന് ഭയങ്കര മോഹമായിരുന്നു. പക്ഷേ ആ ഷൂ ഊരണ്ടാന്ന് പറഞ്ഞ് എന്നാൽ പിന്നെ അതിൻ്റെ അകത്തേക്ക് എടുത്ത് എറിയാൻ പറഞ്ഞിട്ട് എടുത്ത് എറിയുന്നതാണ് കേട്ടോ കാണുന്നത്. പതിയെ എറിയണം എന്നൊക്കെയാണ് പറയുന്നത്. അതിനുശേഷം നമ്മൾ അടുത്തതൊരു കിഡ്സ് റൂമിലോട്ടാണ് പോയത്. ഇവിടെ കൂടുതലും മിറർ വർക്കാണ് കണ്ടത്. നമുക്ക് കബോർഡിന് മിററാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഡോറായിട്ട്. അതൊരു നല്ലൊരു ഭംഗിയില്ല അത് കാണാനായിട്ട്. കൊള്ളാം. അടുത്തതും ഒരു ബെഡ്റൂമാണ്, ചെറിയൊരു ബെഡ്റൂമാണ് കാണുന്നത്. അവിടെയും ചെറിയൊരു ബെഡ്റൂമാണ് എങ്കിൽ പോലും എല്ലാ സാധനങ്ങളും വെക്കാനായിട്ടുള്ള എന്താ പറയുന്ന സ്പേസ് അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. കബോർഡുകളാണെങ്കിലും വർക്ക് സ്പേസ് ആണെങ്കിലും എല്ലാം ഒരു ബെഡ്റൂമിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അടുത്തത് നമ്മളൊരു വർക്ക് സ്പേസ് ആണ് കേട്ടോ ഈ കാണുന്നത്. 2 മോണിറ്ററൊക്കെ വെച്ചിട്ട്. അപ്പോൾ അജയ് പറയുമായിരുന്നു ഒരു മോണിറ്ററിൽ കോഡ് ചെയ്യുമ്പോൾ പാരലലി അറ്റ് എ ടൈമിൽ തന്നെ അടുത്ത മോണിറ്ററിൽ ഔട്ട്പുട്ട് കാണാൻ നല്ല രസമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. ഇതവിടെ കണ്ട ചെയറുകളൊക്കെയാണ് കേട്ടോ, ആ ഒരു ഏരിയയിൽ കണ്ട ചെയറുകളൊക്കെയാണ്. ഇനി അടുത്തൊരു ഓഫീസ് ടേബിളാണ് ഈ കാണുന്നത്. അപ്പോൾ ആ ഓഫീസ് ടേബിൾ ഇങ്ങനെ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു ടേബിളായിരുന്നു. അപ്പോൾ അത് അച്ചായി ഇരുന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കുന്നതാണ് കാണുന്നത്. ആ ടേബിളിലാണെങ്കിലും കണ്ടോ നമുക്ക് ഫോൺ വെക്കാനും ഹെഡ്ഫോൺ വെക്കാനും കോഫി മഗ് വെക്കാനൊക്കെയുള്ള സ്പേസ് ഉണ്ട്. ഇരുന്ന് വർക്ക് ചെയ്ത് മടുത്തവർക്ക് എണീറ്റ് നിന്ന് വേണമെങ്കിൽ വർക്ക് ചെയ്യാം. നമ്മളൊക്കെ ഇടയ്ക്ക് വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ, മടുത്ത് കഴിയുമ്പോൾ കുറേ നേരം എണീറ്റ് നിന്ന് വർക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ലാപ്ടോപ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന കൂട്ടത്തിലല്ലേ. അടുത്തത് പോയത് നമ്മൾ ഇത് കമ്പ്യൂട്ടർ ടേബിളിൻ്റെ സെക്ഷനിലോട്ടാണ് കേട്ടോ. അതിൻ്റെ റേറ്റാണ് എഴുതി വെച്ചിരിക്കുന്നത് 249 സ്ലോട്ടി. എല്ലാവർക്കും നമ്മുടെ ഐക്യയുടെ വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.